ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാറിൻ്റെ നെക്ക് ഡിസൈനാണ്. ഇതൊരു സിമ്പിൾ ബീഡ് വർക്കാണ്. ആദ്യം ഡിസൈൻ വരയ്ക്കണം. ഈ ഡിസൈൻ നമ്മൾക്ക് പേപ്പറിൽ വരച്ചിട്ട് കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ക്ലോത്തിലേക്ക് തന്നെ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ക്ലോത്തിലേക്ക് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു സ്റ്റിച്ചിൽ 3 ബീഡ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ 3 ബീഡ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് നീഡിൽ താഴേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് താഴേന്ന് നീഡിലെടുക്കുന്നത് ആ സെക്കൻഡ് ബീഡ് തീരുന്നിടത്താണ്, അതായത് മൂന്നാമത്തെ ബീഡ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്. എന്നിട്ട് ആ ഒരു മൂന്നാമത്തെ ബീഡിൻ്റെ ഉള്ളിലേക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യും. ഈ സെയിം മെത്തേഡിലാണ് ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓരോ 3 ബീഡ്സ് കൂടുമ്പോഴും നമ്മൾ ക്ലോത്തിലേക്ക് ഒരു സ്റ്റിച്ച് വരുന്നുണ്ട്. അതുമാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് കൊണ്ട് നമ്മൾ അടുത്ത 3 ബീഡ്സുമായിട്ട് ഗ്യാപ്പ് ഇല്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റും. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും 3 ബീഡ്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. 2 ബീഡ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരു സ്റ്റിച്ചിൽ. ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ തന്നെ ലീഫും ഫ്ലവറും ഒക്കെ ചെയ്യുന്നത് 2 ബീഡ്സാണ് ഒരു സ്റ്റിച്ചിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈനിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ ഫുൾ, അതായത് ഈ സ്റ്റെമ്മിൻ്റെ പോർഷൻ ഫുള്ള് നമ്മൾ 3 ബീഡ്സാണ് ഒരു സ്റ്റിച്ചിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫ്ലവറും ലീഫും ചെയ്യുമ്പോൾ ഒരു സ്റ്റിച്ചിൽ 2 ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതേ സെയിം മെത്തേഡിലാണ് ഇതിൻ്റെ എല്ലാ ലീവ്സും സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലവർ ചെയ്യുമ്പോൾ ഈ ലാസ്റ്റ് ബീഡ് സിംഗിൾ ബീഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് പകരം സെൻറ്ററിൽ ആദ്യം ഒരു സിംഗിൾ ബീഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ചുറ്റും ബാക്കി എല്ലാ സ്റ്റിച്ചും 2 ബീഡ്സ് വെച്ച് ഓരോ സ്റ്റിച്ചും ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.